FD ഇടാനാ. മഹാലക്ഷ്മി 6 മാസത്തേക്ക്. എന്താ പലിശ? 18%. എന്താ? ഓ, ഹലോ, അതെ, ഫിലിപ്പ് സാർ ഇതുവരെ വന്നില്ലല്ലോ. ആരാ? പറയാം. ഹലോ, യെസ് സർ. ഉവ്വ, വീട്ടിലുണ്ട്. ഞാൻ വിളിച്ച് പറയാം സർ. ഹലോ, അതെ, ശരി. ലേറ്റ് ആയല്ലേ? ഇല്ല സർ. ഡീസലിന്ന് വന്നില്ലേ? വന്നു സാർ. എത്ര വേണം? 8000. ഞാൻ ഓഫീസിൽ കാണും. ഇന്നലെ ലോഡ് വന്നില്ലേ? ഇല്ല സർ. ആ ജോസഫ് ചേട്ടന്റെ ഉരുപ്പണി മുഴുവൻ ഇന്ന് തന്നെ അറുത്ത് കൊടുക്കണം കേട്ടോ. ആ ജോലിയാ നടക്കുന്നത്. ഇത്രയും താമസിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരെ ഓഫീസിൽ പോയേനെ. ഇനി ആ കുറുപ്പിന്റെ വായ കിടക്കുന്ന മുഴുവൻ ഞാൻ ഈ കിടക്കണം. എന്റെ നെല്ലിമറ്റം കൃഷ്ണേട്ടാ, ചേട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? തല അവിടെ നിൽക്കുമ്പോ ഈ വാലെന്തിനാ ഇവിടെ കിടന്നാടുന്നത്? എടി, ഇതെന്താ ഇത്? ഇത് എവിടെ കൊണ്ടുപോവാ? ഇതിന്റെ കാശ് കൊടുത്തോ? ഇല്ലല്ലേ? ഇവിടെ ഇന്ന് ഞാൻ പോലീസിലേൽപ്പിക്കും. അത് കരയുന്നുണ്ടോ? അത് കരയുന്ന പ്രശ്നമാകുന്ന തോന്നുന്നു. അയ്യോ, പൊന്നും മോളല്ല, കരയില്ല മോളെ. പോലീസ് ഒന്നും വരില്ല, ഞാൻ തന്നെയാണ് പോലീസ് കേട്ടോ. മോളെ നോക്ക്, മൂക്ക് ആ തടിവരം വേണം. എടുത്തുള്ളൂ, എന്താണ് കരയണ്ടേ? അയ്യോ പാവം, നല്ല മോള്. ആരും കേട്ടില്ല. സാർ സാർ സാർ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒരു 1500 രൂപ കിട്ടും. നിന്റെ പേരെന്നതാ? ഫിലിപ്പ്, ഫിലിപ്പോസ് തമ്പിന്ന് വിളിക്കും. സർ, ഇവരുടെ പേരുള്ള FD ഈ ജോസഫിന്റെ പേരിലേക്ക് മാറ്റണം. ഒരു ഫ്രഷ് റെസീറ്റ് എഴുതി മാറ്റും. ഈ പച്ചന്റെ മൂത്ത മോനല്ലയോ? അതെ. ഇവനല്ലേ വണ്ടി മറിഞ്ഞു മരിച്ചത്? അതെ. എത്ര വയസ്സുണ്ടായിരുന്നു? 20.
പിന്നെ യവനല്ലയോ നമ്മൾ ഈ അമ്മച്ചിക്ക് എന്തൊക്കെ അറിയണം? നീ പോടാ അവിടുന്ന്. യവന്റെ അപ്പച്ചനുള്ളപ്പോഴേ എനിക്ക് ഈ ബാങ്കുമായിട്ട് ബന്ധമുണ്ട്. മോന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇല്ല. എത്ര വയസ്സായി? 35. എന്റെ മാതാവേ, ഇനി എപ്പോഴാ കിട്ടുന്നേ? ഈ അമ്മച്ചിക്ക് എന്താ? വാ പോകാം. കിട്ടുന്നില്ലയോ? ഉണ്ട്, ഉടനെ ഉണ്ട്. ആഹാ, കഴിക്കേ. നന്നായിരിക്കുന്നു. അമ്മച്ചി പോരെ. താങ്ക്സ്. വരട്ടെ. വാ പോവാം. വരട്ടെ മോനെ. അല്ല, കുപ്പി കൊണ്ടുപോവാ. ഇത് എവിടെ വേണം? ആ പിന്നെ വേഗം കെട്ടണേ. ഓ, സദാനന്ദൻ റെഡ്യൂസ് കിട്ടിയോ? ആ ഫിലിം പ്രൊഡ്യൂസർ സദാനന്ദൻ. ഇല്ല സാർ, 3-4 അവധിയായി. താൻ ആ വിവരം ശിവൻകുട്ടിയോട് വിളിച്ചു പറഞ്ഞല്ലേ? ഇല്ല സാർ. ഹലോ, സ്ക്രിപ്റ്റ് റൈറ്റർ അമ്മിണിക്കുട്ടി ഹിയർ. ആരാ? ഇത് ഞാനാടാ, ഫിലിപ്പ്. അതെ, ഞാനാ ശിവൻ. ആ സദാനന്ദന്റെ കാശ് കിട്ടിയില്ലല്ലോ. ഇതുവരെ തന്നില്ലേ? ഞാൻ ഇന്നലെ തന്നെ അയാളോട് മുതലും പലിശയും തിരിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നാണല്ലോ. 2 എണ്ണം കൊടുക്കണോ വായ നോക്കി നിൽക്കാതെ? സോറി, ഞാനേ ടിവിയിലെ സീക്വൻസ് കണ്ട് പറഞ്ഞതാ. 4 സ്റ്റോറീസ് എഴുതിക്കൊണ്ടിരിക്കുക ഒറ്റ സ്ട്രെച്ചിൽ. ഭയങ്കര ടെൻഷനാ. ആ എന്തായാലും കൊള്ളാം. മര്യാദയ്ക്ക് എന്റെ കാശ് അടച്ചില്ലെങ്കിൽ അവന്റെ കൂടും കുടുക്കൊക്കെ ഞാൻ എടുത്തോണ്ട് പോരുമെന്ന് പറഞ്ഞേക്ക്. അയ്യോ അളിയാ, കൂടും കുടുക്കലൊന്നും കൈവയ്ക്കണ്ട. അവനെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുതരുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ ഈ സ്റ്റോറീസ് ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. എന്താ? അതിനു മുമ്പ് എന്നെ ഫിനിഷ് ചെയ്യുന്നു. അളിയാ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആ ഉതുപ്പാനും പത്തില്ല എവിടാ? ഇപ്പൊ വരും. ബെസ്റ്റ് പാർട്ടി സാർ. Good evening, boss. We miss you. Stop. ചില്ലറയില്ല. ബാക്കി എടുത്തോടെ. നല്ലത് ഒത്തോ അമ്മണിച്ചേട്ടാ. ഒരു രക്ഷയുമില്ല. നീ അവലഞ്ചി ക്രോസ് വന്നില്ലേ? പോളിഷ് ക്ലാസിക്ക കാനേ അവാർഡ് കിട്ടിയതാ. അതൊന്നും മൂവിങ് അല്ല. പിന്നെ അതൊക്കെ കിട്ടിട്ട് എന്തോ ചെയ്യാനാ? ഭാവന പറ്റിയ മറ്റു പലരും ചെയ്യുന്ന പോലെ മോട്ടിക്കാനല്ല, അറിവിന് വേണ്ടിയാണ്. ഹൗ ടു മേക്ക് സെൻസിബിൾ ഫിലിംസ്. They call me Trinity Clint Eastwood. Day of the Jackal. One flew over the cuckoo's nest, gone with the wind. Riders of the Lost Ark. Lost. ലേറ്റസ്റ്റ് ഒന്നും വന്നിട്ടില്ലേ? ഉണ്ടായിരുന്നു 3-4. ആ നമ്മുടെ സാമിയും ടെന്നീസും കൊണ്ടുപോയി. നമ്മൾ തമ്മിൽ തെറ്റും. ഈ ഷോപ്പ് ഞാൻ റിസർവ് ചെയ്തിട്ടുള്ളതാ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ലേറ്റസ്റ്റ് വന്നാൽ ഞാൻ കാണാതെ ആർക്കും കൊടുക്കരുതെന്ന്. അവരും രക്ഷപ്പെടേണ്ടി കേട്ടാ. അങ്ങനെ രക്ഷപ്പെടണ്ട. ഞാൻ പിന്നെ മൈലാഞ്ചി ഇടാനാണോ SSLC വരെ പഠിച്ചത്? ദേ, ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം. സാമിയോ കോമിയോ ഭീമനോ ഡെന്നിസോ ശ്രീനിയോ ആര് വന്നാലും ശരി, ന്യൂ അറൈവൽസ് എനിക്കുള്ളതാ. പറ്റില്ലെങ്കിൽ പറഞ്ഞോളൂ, ഇവിടെ വേറെ വീഡിയോ ഷോപ്സ് ഉണ്ട്. ഒരു കഥയുണ്ടാക്കാൻ പെടുന്ന പാട് എനിക്കറിയാം. ഹലോ അമ്മിണി ചേട്ടാ, എന്താടാ ലേറ്റ് ആയത്? ഒന്നും പറയണ്ടളിയാ, ട്രാഫിക് ജാം. ഒരു ജാഥ ഉണ്ടായിരുന്നു. ഇറങ്ങാം. ഓ യെസ്. ഓസ്കാർ വിന്നർ ലാസ്റ്റ് ടെമ്പറർ ഉണ്ടോ? അതും കൊണ്ടുപോയി. കരാട്ടെ കിഡ് അതും കൊണ്ടുപോയി. ഡോക്ടർ ശിവപ്രസാദ്. ഡോക്ടർ ശിവപ്രസാദ് ആ
യു മീൻ ഡോക്ടർ ഷിവാഗോ? യെസ് ഡോക്ടർ ഷിവാഗോ ഐ റിമെമ്പർ. ജമീനുണ്ടോ? അത് തട്ടാൻ പോണോ? കൊള്ള, അത് ആണുങ്ങൾ തട്ടി. കോപ്പി അടിയാണോ സൂചനയെങ്കിൽ ഞാൻ ആ ടൈപ്പ് അല്ല. ഞങ്ങള് സിനിമാക്കാരെ അത്രയ്ക്കങ്ങ് ചീപ്പായി കാണുകയും വേണ്ട. ഐ ആം എ സെൽഫ് മെയ്ഡ് റൈറ്റർ, യു നോ. ഐ ആം എൻചാന്റിംഗ് അമ്മണിക്കുട്ടി ഓൺ ദി സിൽവർ സ്ക്രീൻ. ഞങ്ങള് പോവാ. ചേട്ടനെ കൊണ്ട് തപ്പിയെടുത്തോ. ഓക്കേ, പോകാം വാ. വക്കീലേ, വാടാ മണവാള. എന്താടാ അത്യാവശ്യം? എന്താ വരാൻ പറഞ്ഞ? പുതിയ ഇടം മാറ്റത്തിനുള്ള നോട്ടീസാ. ആ ആ പിന്നെ അയ്യപ്പനാശാനായിട്ടുള്ള കേസ് നമ്മൾ ജയിച്ചു. ജപ്തി ഓർഡർ ആയിട്ടുണ്ട്. വേണേ ഉടനെ നടത്താം. ജപ്തിയോ? ആ അത് ഉടനെ വേണ്ട. നമുക്ക് കാര്യം പറയാം. കുറേശ്ശെയായിട്ടാണെങ്കിലും അയാൾ അടച്ചു തീർക്കട്ടെ. പിന്നെന്തിനാ കേസ് കൊടുക്കാൻ പോയി? ഇങ്ങനെ സോഫ്റ്റ് കോർണർ വെച്ചുകൊണ്ട് നടന്നാൽ ബാങ്ക് കിടക്കൂ. കരക്കാരുടെ കാശാ നിന്റെ കയ്യിലുള്ളത്. അത് തിരിച്ചു കൊടുക്കണ്ടേ? എല്ലാം കിട്ടാക്കുറ്റി ആയാൽ. ശരിയാ, എന്നാലും ജപ്തി എന്ന് കേൾക്കുമ്പോ ഒരു വിഷമം. നീ ആശാനെ വിളിച്ച് കാര്യം പറ. അയാൾ അടയ്ക്കും. അടച്ചില്ലെങ്കിൽ അപ്പൊ നോക്കാം. അതല്ലേ നല്ലത്? ഞാൻ സംസാരിക്കാം. പക്ഷെ എനിക്ക് വിശ്വാസമൊന്നുമില്ല. അയാൾ മുട്ടൻ കള്ളനാണ്. ഏത് കള്ളന്റെ കാര്യമാണ് പറയുന്നത്? ഇവന്റെ ഒരു കക്ഷിയാ ഒരാശാൻ. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ എവിടം വരെയായി? ഓ, എന്നാ ഒരുങ്ങാനാ. ഇൻവിറ്റേഷൻ അടിച്ചു കിട്ടിയോ? ആ, ഇന്ന് കൊടുത്തു. 2 ദിവസം കിട്ടും. ഒരു 200 കാർഡ് പോലെടാ. 200 മതിയാവോ? ഞാൻ അധികം പേരെ ഒന്നും വിളിക്കുന്നില്ലല്ലോ. ആ എടാ, സിസിലി ഇവളുടെ ജൂനിയർ ആയിരുന്നു കോളേജിൽ. ഏത് സിസിലി? കൊള്ളാം. കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേര് പോലും മറന്നോ? അയ്യോ, ഞാനത് പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. ഓ, ഞാൻ ഇറങ്ങട്ടെടാ. മണി 8 ആയുള്ളൂ. നമുക്കൊന്ന് ക്ലബ് വരെ പോയാലോ? ഓ, അതിനെന്താ പോലെ. ഞാൻ ഇപ്പൊ വരാം. ആ, എടുക്കളിയാ. ഇങ്ങോട്ട് കാലേ, തണുപ്പ് കളഞ്ഞി താ. പിടിക്കണേ. അല്ല നീ വച്ചോ. രണ്ടോ? വച്ചോ. എടുക്ക മതി. ഞാൻ നിർത്തി. ഞാൻ പോവാ. നൈറ്റ്. ഓക്കെ. എത്രയാണോ അടിച്ചു തരുന്നത്? ഇഷ്ടം തന്നെ നിന്റെയൊക്കെ കാര്യം. മാര് നീ മോശമല്ല. ഗുഡ് ഈവനിങ് തമ്പിച്ച. എന്തുവാടാ ചെത്ത് പാർട്ടീസ് എല്ലാം കൂടെ ഒരു ഗൂഢാലോചന? ഒന്നുമില്ല. വെറുതെ ഞങ്ങൾ എന്തുവാടാ? ഇഞ്ഞോണ്ടാ. ഇത് ആ, ബിയറാണ്. എന്താണ് അവിടെ ഒരു പുക? അത് ശരി, സിഗരറ്റാണല്ലേ. ഞാൻ വിചാരിച്ച ചിലപ്പോ മറ്റവനായിരിക്കും. അയ്യോ അച്ചായ, ഞങ്ങളിപ്പോ അത് ഉപയോഗിക്കാറേ ഇല്ല. ഗുഡ്. ഒരിക്കലും ഉപയോഗിക്കരുത്. എന്റെ രാജുമോനെ കൊന്നവനാ. ആ, സമയമായാലും പോണില്ലേ? ഞങ്ങൾ ഉടനെ പോവാണ്. ആ, എന്നാ വേഗം ചെല്ലു. ഗുഡ് നൈറ്റ്. വേഗം ഫിനിഷ് ചെയ്യണം. മറ്റേ കാര്യം ചോദിക്കട്ടെ. പിന്നെ അച്ചായ, കല്യാണത്തിന്റെ വീഡിയോ വേറെ ആരെ ഏൽപ്പിക്കരുത്. ഞാൻ എടുത്തോളാം. എന്തിനാടാ അതൊക്കെ? ആർക്ക് കാണാനാ? എനിക്കൊരു താല്പര്യമില്ല. നിനക്ക് ഇവിടെ കിട്ടും. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കൃഷ്ണ, 2 കപ്പ് ചായ ഉണ്ടോ? സാറേ, പുതിയ സിനിമയൊന്നും ഇല്ലേ? ഉണ്ടുണ്ട്. തനിക്ക് വേണ്ടി ഒരെണ്ണം എഴുതിക്കൊണ്ടിരിക്കുക. പോയി ചായ കൊണ്ടുവാ.
അല്ല ഇന്നാള് ഞാൻ സാറിന്റെ ഒരു സിനിമ കണ്ടല്ലോ. ഞാൻ ഒന്നല്ല പല സിനിമകൾ എഴുതിയിട്ടുണ്ട്. ആ കേട്ടോ, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ആ. എന്തായിരുന്നു ഒരു പേര്? ആ, വെള്ളിക്കലം. അതെന്റെ ഒരു ഹിലേറിയസ് സബ്ജക്റ്റാ. അത് റീമേക്ക് ആണോ? അല്ല, അതുപോലൊരു ഹിന്ദി സിനിമ ഞാൻ ഇന്നലെ ടിവിയിൽ കണ്ടല്ലോ. നെവർ. ഇതെന്റെ ഒറിജിനലാ, മൈ ഓൺ ക്രിയേഷൻ. ഇനി അവന്മാര് നമ്മളെ പറ്റിച്ചതാണോ? ആരാ എന്റെ പ്രൊഡ്യൂസേഴ്സ്? പേരറിയാമോ? അഡ്രസ് അറിയാമോ? ഇല്ലെങ്കിൽ വേണ്ട, ഒരു നോട്ടീസ് അയക്കാം. സാറിന്റെ സിനിമ ഈയിടെയല്ലേ പുറത്തിറങ്ങിയത്? ഞാൻ കണ്ട ഹിന്ദി സിനിമ ഇറങ്ങിയിട്ട് 3-4 കൊല്ലേ. സിക്കന്ദർ കാ ആലം. ബാർബർ ഷാപ്പ് വെച്ചിരിക്കുന്ന ആലമാണോ? ബഹുമാനം, ആദരവ്, ആഭിജാത്യം എന്നീ വാക്കുകളെ സൂചിപ്പിക്കുന്ന ഹിന്ദി വാക്കാണ് ആലം. കേട്ടില്ലേ? തിരുപ്പള്ളിനെ കണ്ടിട്ട് വരട്ടെ. എഴുതാണ് മലയാള സിനിമ. മലയാള വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല. എന്താ മിസ്റ്റർ ആനന്ദ ഇത്? എത്ര നോട്ടീസ് അയച്ചു, ഒരു മറുപടി പോലും ഇല്ല. ഇനി തിരയാൻ സ്ഥലം ബാക്കിയില്ല. അവസാനം കട്ടായിക്കോണം വൈഫ് ഹൗസിൽ നിന്നാണ് പൊക്കിയത്. നല്ല ഉറക്കത്തിലായിരുന്നു. വല്ലാത്ത കറക്കത്തിലായിപ്പോയി വിൽപ്പച്ച. കറക്കമൊക്കെ പിന്നെ, ഇപ്പൊ കാശിറക്ക്. ഓ, തൽക്കാലം ഒരു 16,000 രൂപയുണ്ട്. 16,000 രൂപയോ? ഇതുകൊണ്ട് എന്ത് കാര്യം? 34,000 രൂപ ഡ്യൂസ് തന്നെയുണ്ട്. പിന്നെ കിടക്കുന്നത് ബാക്കി. ഒരു പറമ്പ് വിൽക്കാനുണ്ട്. അത് വിറ്റാലുടൻ ഫിലിപ്പച്ചന് തരാനുള്ളത് ഒറ്റ പൈസ ഇല്ലാതെ തീർത്തേക്കാം. അറിയാ, ഒരു പ്രാവശ്യത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്കും. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട് കുത്തുവാള ഒരെണ്ണം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ പറമ്പ് അളിയന്റെ പേർക്ക് എഴുതി കൊടുക്ക. ബാധ്യത തീരുമല്ലോ, അല്ലേ? വേണ്ട വേണ്ട, എന്റെ പേരിൽ എഴുതുമൊന്നും വേണ്ട. അത് വിറ്റിട്ട് കാശ് ഞാൻ തന്നാ മതി. ഉറപ്പേ, ഒരു 16,000 രൂപയുണ്ട്. അയ്യോ, ഇതൊന്നും ആയില്ലല്ലോ. ബാലൻസ് എന്നാ ഞാൻ അത്രേ കിട്ടിയോളന്ന് റെസിറ്റ് എഴുതി കൊടുത്തേ. എടോ സദാനന്ദ, ഓ, ഈ സിനിമ ബിസിനസ് തനിക്ക് പറ്റിയ പണിയല്ല. കഴിഞ്ഞ പടത്തിൽ എത്ര ലക്ഷം രൂപ പോയി? 8 ലക്ഷം. ഞാൻ എഴുതിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു അത്. ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാണ് ഈ പണിക്ക് പോകണ്ടെന്ന്. പൂരത്തിന് അമിട്ട് പൊട്ടണ പോലെ 7 നിലയിലല്ലേ പടം പൊട്ടിയത്. ഇയാള് പൊക്കോ, എനിക്ക് വേറെ ഇത്തിരി പണിയുണ്ട്. ഓട്ടെ ഫിലിപ്പച്ച. നമ്മുടെ പണം ഉടനെ എത്തിക്കണം. ഓ, ഇനി ഇതുപോലുള്ള പാർട്ടീസിനെ കൊണ്ട് എന്റെ ആഫീസിനകത്ത് കയറിയാലുണ്ടല്ലോ. ഞാൻ നിർത്തി. എനിക്കെന്ത് കാര്യം? വെറുതെ വേലി കിടന്ന പാമ്പിനെടുത്ത് തോളിലിട്ടതും പോരാതെ കഴുത്ത് ചുറ്റുകയും ചെയ്തു. അളയാ, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വേറൊരു പാർട്ടിയും കൊണ്ടുവരുന്നുള്ളൂ. ഹെവനെ പോലെ കഴുത്ത് ചുറ്റുന്ന കേസല്ലത്. ഒരു 5 lakhs മാറ്റി വെച്ചത്. പക്ഷെ അതിന് പറ്റിയ ഒരു സബ്ജക്ട് എന്റെ ഇല്ല. അളിയൻ ഒരുപാട് ഇംഗ്ലീഷ് നോവലുകൾ വായിക്കുന്ന കൂട്ടത്തിലല്ലേ. മലയാളത്തിലേക്ക് ചുരണ്ടാൻ പറ്റിയ എന്തെങ്കിലും ഒരു സംതിങ്. ഞാൻ നോവലും കവിതയും ഒക്കെ വായിച്ചിട്ട് 1 കൊല്ലം ആവാറായി. അവൻ പോയതിനു ശേഷം ഒരു എന്റർടൈൻമെന്റിലും താല്പര്യമില്ല. അത് മാത്രമല്ല, ഞാൻ ഈ സിനിമാക്കാർക്ക് ഫൈനാൻസ് ചെയ്യുന്നത് അങ്ങ് നിർത്തണം. എന്നാ പോണം. തമ്പിച്ചായനോ? വരൂ. DSP അല്ലേ ഇവിടെ? ഡാഡി ഇപ്പൊ വരും. അച്ചായൻ ഇരിക്കെ. ദാ. തമ്പിച്ചായന്റെ കല്യാണക്കുറിയാ? രേണു ഇരിക്കെ. 3-4 ദിവസം മുമ്പ് ഞാൻ രേണുവിന്റെ ഡാഡിയെ കണ്ടപ്പോ ഡാഡി പറഞ്ഞു, കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറുകയാണെന്ന്. നീ രാജുവിനെ എപ്പോഴും പറഞ്ഞിട്ടില്ലല്ലേ? രാജു is dead. It's a reality. You have to accept that fact. Good evening, sir. ഓ, ഗുഡ് ഈവനിങ്. IG ഇൻസ്പെക്ഷൻ അതാ ലേറ്റ് ആയത്. കല്യാണക്കുറി വെരി ഗുഡ്. മോളെ, തമ്പിച്ചൽ ചായ കൊടുത്തില്ലേ? ഇപ്പൊ കൊണ്ടുവരാം. MV Philip, son of late Mrs. and Mr. E.P. Manavalan, wed Sicily. Daughter of E.K. Kuriakos, Tumbail, Vellimattam, will be solemnized at St. Mary's Church, Trivandrum. റെഡി. ഒന്ന് മാറി. ഇതോടെ ഇത്.
മധുരം കേക്ക്. ഓ ഇനിയിപ്പോ ഇതുകൊണ്ടല്ലേ. ആ. ആ വിളിച്ചു. ആ, ആ, ആ. നിങ്ങണ്ടേ? ഓ. ആ ചോദിച്ചോ. എന്റെ അപ്പച്ചനും അമ്മച്ചിയും. ഇതെന്റെ അനുജൻ രാജു മണവാണ്. രാജുമോൻ എന്നാ ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നത്. ഒരു ആക്സിഡന്റ് മരിച്ചുപോയി 1 വർഷം മുമ്പ്. ഒരു ഒരു സ്മാൾ അടിയടോ, ഒരു ധൈര്യമൊക്കെ വരണ്ടേ? ഫസ്റ്റ് നൈറ്റ് അല്ലേ, അടിക്കേ. തമ്പി മണവാള, നീ ഇന്നു മുതൽ അർദ്ധനാരീശ്വരനായിരിക്കും. നിന്റെ വാമഭാഗം അലങ്കരിക്കുവാൻ സുന്ദരിയും സുശീലയുമായ സിസിലി ഈ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കും. നീ ഭക്ഷിച്ചില്ലെങ്കിലും അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. നിനക്ക് നല്ല വസ്ത്രങ്ങളില്ലെങ്കിലും അവൾക്ക് നല്ല വസ്ത്രം നൽകുക. നിന്നെ പോലെ തന്നെ നീ അവളെയും സ്നേഹിക്കുക. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും ഉണ്ടാകട്ടെ. ആമീൻ. എന്റെ ലേറ്റസ്റ്റ് ഫിലിമിന്റെ ഡയലോഗാണ്. എങ്ങനുണ്ട്? ഓ ബൈബിളാണോ കഥ? ഇത് എനിക്ക്, ഇത് കുറുപ്പ സാർ. സാറേ സാറേ അടി സാറേ. ഇന്നത്തെ ദിവസം തൊഴിലാളി മുതലാളിയില്ല. അങ്ങോട്ട് കഴിക്ക് സാറേ. അയ്യയ്യ. സാറേ ഏ സാറേ, പുതിയ കൊലക്കേസ് വല്ലതും കയ്യിലുണ്ടോ മലയാള സിനിമയ്ക്ക് പറ്റിയത്? CBI-കാരോട് അന്വേഷിക്കുക. കൊള്ളാവുന്ന കേസൊക്കെ അവരുടെ കയ്യില. ഞങ്ങളുടെ കയ്യിൽ വെറും തടവ് കേസേ ഉള്ളൂ. എന്നാ ഞാൻ വെറും തടവിനെ കുറിച്ച് ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. ഇപ്പൊ വേണ്ട, ഇതൊക്കെ ഒന്ന് തീരട്ടെ. അല്ല, പോ. അത് ഇങ്ങ തന്നെ നോക്കട്ടെ. നിക്ക്. ഞാനൊരു മോഷ്ടാവാണെന്ന് മണി 11 നീ വെക്കൂ. സാറല്ലേ കുറച്ചുകൂടെ കേട്ടത്. It's already late. You please go. ചെല്ല, ആ പെണ്ണിരുന്ന് മുഴിഞ്ഞാണ്. ഞാൻ കള്ളനാണെന്ന് ഏത് പട്ടിയടാ പറഞ്ഞത്? നീ പൊയ്ക്കോ, ഇവരെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇവിടെ കുറുപ്പേ, ഇവരെ എടുത്ത് ജീപ്പിലോട്ട് ഇട്. അതേപോലെ കൂടെ മലയാളത്തിൽ വരട്ടെ സംശയ. ഓ ഇതും പ്രസന്റ് ആണോ? ഏതായാലും ഇരിക്കട്ടെ. സിസിൽ ഇരിക്കൂ, ഇരിക്കൂ. നാല് പ്രാവശ്യം ഞാൻ പെണ്ണ് കാണാൻ പോയി. 5ാമത്തെ പെൺകുട്ടിയാണ് സിസിലി. കണ്ട പെൺകുട്ടികളെ ഒന്നും എനിക്കിഷ്ടപ്പെടാനിട്ടല്ല. എന്റെ അനുജൻ രാജുമോൻ അവരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാ. സിസിലി അവൻ കണ്ടിരുന്നെങ്കിൽ അവനും ഇഷ്ടപ്പെടുമായിരുന്നു. വെളുത്ത് ഒതുങ്ങിയ ശരീരവും ഒത്ത പൊക്കവുമുള്ളൊരു സുന്ദരി ആയിരിക്കണം എന്റെ മണവാട്ടി. അതായിരുന്നു രാജുവിന്റെ കൺസെപ്റ്റ്. യു പെർഫെക്റ്റ്ലി മാച്ച് ഇറ്റ്. പിന്നെ സ്വഭാവം, അതിലൊക്കെ ഇത്തിരി പോരായ്മയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം.
എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്നു പറയുന്നതാണ് എനിക്കിഷ്ടം. സംശയം, അസൂയ, കുശുമ്പ്, പെറ്റി ഈഗോസ്, ഈ ശത്രുക്കൾക്കൊന്നും എന്റെ മനസ്സിൽ സ്ഥാനമില്ല. സിസിലിയുടെ മനസ്സിന് സ്ഥാനം ഉണ്ടാവില്ലെന്നറിയാം. ആയിരത്തി 1988 ജൂലൈ മാസം 10-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 11:30 ആര്യയായ സിസിലിയും ഭർത്താവായ ഫിലിപ്പോസ് മണവാളനും എല്ലാ ദേവന്മാരെയും ദേവിമാരെയും പഞ്ചഭൂതങ്ങളെയും സാക്ഷി നിർത്തി അവരുടെ ശോഭനമായ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്ന ഈ മുഹൂർത്തത്തിൽ സർവേശ്വരനായ പിതാവിന് ഞാനെന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ക്ഷമിക്കണം, പ്രത്യേകിച്ചും ഈ സമയത്ത് ഡിസ്റ്റർബ് ചെയ്തതിന്. നിങ്ങൾ ആരാ? അക്ബർ. അക്ബർ ഇസ് മൈ നെയിം. മസ്കറ്റിലായിരുന്നു, ഇന്നലെ വന്നുള്ളൂ. ഈ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? രാജുവിനെ കാണാനാ വന്നത്. ഹി വാസ് മൈ ഫ്രണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഹി ഈസ് നോ മോർ. ഐ എക്സ്റ്റെൻഡ് മൈ ഡീപ് കണ്ടോളൻസ്. പക്ഷെ ഫ്രണ്ട് ആണെന്ന് വിചാരിച്ച് കിട്ടുവാനുള്ള കാശ് ഉപേക്ഷിക്കാൻ പറ്റുമോ? രാജു എനിക്ക് 1.5 ലക്ഷം രൂപ തരാനുണ്ട്. 1.5 ലക്ഷം രൂപയോ? ഡോക്യുമെന്റ്സ് ഉണ്ട് എന്റെ പക്കൽ. സേ സോറി, എനിക്കിപ്പോ കാണാൻ സമയമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രാവിലെ ഓഫീസിൽ വന്നാൽ മതി, അവിടെ വെച്ച് സംസാരിക്കാം. നീ ഇരിക്കും, അവൻ വിളമ്പിക്കോളൂ. വേണ്ട, ഞാൻ കഴിച്ചോളാം. എന്താ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഉം. തമ്പിച്ചായന്റെ ബാങ്ക് ബ്ലേഡ് കമ്പനിയാണോ? പ്രൈവറ്റ് ബാങ്കിനെയൊക്കെ ആളുകൾ ബ്ലേഡ് കമ്പനി എന്നാ വിളിക്കാറ്. പക്ഷെ നമ്മുടെ ബാങ്കിന്റെ ഇടപാടിൽ ബ്ലേഡ് ഒന്നുമില്ല. ഒരുപാട് ഇൻട്രസ്റ്റ് വാങ്ങുമില്ല, കൊടുക്കുമില്ല. എന്താ നീ ചോദിച്ചത്? എനിക്ക് ബ്ലേഡ് കമ്പനിയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. 45 വർഷത്തെ ബിസിനസ് പാരമ്പര്യമാണ് നമ്മുടെ കമ്പനിക്ക്. ഇതുവരെ ഒരാളുടെയും ശാപം അറിഞ്ഞുകൊണ്ട് തലയിൽ വാങ്ങി വെച്ചിട്ടില്ല. ബിസിനസ് മര്യാദക്ക് നടക്കുന്നതുകൊണ്ട് വരവും ചെലവും ഒത്തുപോകുന്നു. ഞാനൊരു ആവറേജ് മാനാണ്. വലിയ പണക്കാരന്റെ കറുത്ത ചങ്ക എനിക്കില്ല. ഇനി എന്താ സ്ഥിതിക്ക് അറിയേണ്ടത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? ശരി. ഇത് രാജു ഉപയോഗിച്ചിരുന്ന ബൈക്കാ. ഇവിടുന്ന് ഓഫീസ് വരെ ചിഹ്നനായ എന്റെ മുതലാളി അല്ലടാ. അയ്യോ, അങ്ങനൊന്നുമല്ലേ. ഞാൻ ഓഫീസിൽ ചെന്നിട്ട് വിളിക്കാം കേട്ടോ.
It's too cold to walk alone. Strangers in overcoats, hurry on home. Push me in a corner and I'll scream. One more chance, give me one more chance, give me one more chance, one more chance. മേ കമിൻ സർ? ₹1,50,000 പ്രോനോട്ടാണ്. പലപ്പോഴായി രാജു എന്റെ അടുത്ത് നിന്നും വാങ്ങിയത്. അവസാനം എല്ലാം കൂടെ ചേർത്ത് ഒറ്റ പ്രോനോട്ടാക്കി. എനിക്ക് അധികം പലിശ ഒന്നും വേണ്ട, ബാങ്ക് ഇൻട്രസ്റ്റ് മതി. ഇത് രാജു തന്നെ ഒപ്പിട്ട് തന്ന ഡോക്യുമെന്റ് ആണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? മനസ്സിലായില്ല. സപ്പോസ് ഇത് ഫേക്ക് ആണെങ്കിൽ, താൻ തന്നെ ഒപ്പിട്ടതാണെങ്കിലോ? അതിലിട്ടിരിക്കുന്ന സിഗ്നേച്ചർ രാജുവിന്റേതാണെന്ന് ഞാൻ പ്രൂവ് ചെയ്തോളാം. മറിച്ച് രാജുവിന്റേതല്ലെങ്കിൽ, സംശയമുണ്ടെങ്കിൽ നിങ്ങളെ പ്രൂവ് ചെയ്യൂ. ഞാനിത് വിശ്വസിക്കില്ല. ഒന്നാമത് രാജുവിന് ഇത്രയും വലിയ എമൗണ്ടിന്റെ ആവശ്യമില്ല. പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് അവൻ വാങ്ങിയിരുന്നെങ്കിൽ എന്നോട് പറയുമായിരുന്നു. അവൻ മരിച്ചിട്ടിപ്പോൾ 1 വർഷം തികയാൻ പോകുന്നു. കള്ള ഡോക്യുമെന്റ് കെട്ടിച്ചമ്മ ആളെ പറ്റിക്കാൻ വന്നിരിക്കുകയാണ്. സാറെന്തിനാ ക്ഷോഭിക്കുന്നത്? ഈ ഡോക്യുമെന്റ് അസലോ നക്കലോ എന്ന് ഞാൻ പ്രൂവ് ചെയ്തോളാം. 1,50,000 സാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിത്തുലി പോലെയല്ലേ ഉള്ളൂ. നല്ല കോളടിച്ചിരിക്കല്ലേ. രാജു മരിച്ചാൽ എന്ത്? അവന്റെ സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? Get out, you bastard. പോടാ, നീ പോയി കേസ് കൊടുടാ. നീ കാശ് വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണം. കാശ് ഞാൻ എണ്ണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനും എനിക്കറിയാം. എടോ കുറുപ്പേ, കുറുപ്പേ, ആരോടാ അയാള്? താൻ കണ്ടിട്ടുണ്ടോ? രാജു ഇവിടെ ഉള്ളപ്പോ എപ്പോഴെങ്കിലും അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല സാർ, ഞാൻ ഓർക്കുന്നില്ല. ഹലോ, ആ പ്രോനോട്ട് എവിടെ? ഫോട്ടോ സ്റ്റാറ്റ് ആയിരുന്നു, അത് അയാൾ കൊണ്ടുപോയി. നീ ഇത് വായിച്ചോ? മുഴുവൻ വായിച്ചില്ല. ഇനി രാജു വാങ്ങിയെന്നത് സത്യമാണെങ്കിൽ? ഇല്ലെന്നേ. ഇത്രയും രൂപയുടെ ഞാൻ അറിയാത്ത ആവശ്യം അവൻ എന്താ ഉള്ളത്? അതെനിക്കറിയില്ല. ഒരാൾ ഇത്ര സ്റ്റേണായിട്ട് പറയുമ്പോ ഏതായാലും അയാൾ നോട്ടീസ് അയക്കുമല്ലോ, അപ്പൊ നോക്കാം. എന്താ? യു സീം ടു ബി വെരി മച്ച് ഡിസ്റ്റർബ്ഡ്. എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഐ എം ടെറിബിളി ഡിസ്റ്റർബ്ഡ്. ഇന്നലെ രാത്രി അയാളെ കണ്ടത് മുതൽ ഭയങ്കര ഇറിറ്റേഷൻ. ഒരു ദുശ്ശകനം പോലെ, എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. അത് പിന്നെ ഇന്നലത്തെ മൂഡിൽ അവൻ നിന്നെ ഒന്ന് വിളിച്ചോണ്ടായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നാ ഫസ്റ്റ് നൈറ്റ്? പറയടൂ. ഓടാവും. ഹലോ അച്ഛാ. ആരാടാ ഈ ഒരു അക്ബർ? അക്ബർ? രാജുവിന് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു? എന്റെ ഓർമ്മയില്ല അച്ഛാ. പിന്നെ യു നോ ഇറ്റ്. അവസാനമായപ്പോ ഞങ്ങൾ അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് രാജുവിനുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ വല്ലവരും. എന്താ അച്ഛാ പ്രോബ്ലം? ഒന്നുമില്ല, ഞാൻ പോട്ടെ. അച്ഛാ 1 മിനിറ്റ്. വെഡിങ് കാസറ്റാ. ഓഹോ, താങ്ക് യു. എത്രയാ ഇതിന്റെ? അത് ഞാൻ വാങ്ങിച്ചോളാം. ശരി.
രാവിലെ തമ്പിച്ചായം പോയതിനു ശേഷം ഞാൻ എല്ലാ മുറിയിലും കയറി ഇറങ്ങി. അടച്ചിട്ടിരിക്കുന്ന മുറി രാജുവിൻ്റെതാണോ? അതെ. ഞാൻ പേടിച്ചു പോയി. മുറിക്കകത്ത് കയറിയപ്പോ ഇരുട്ട്, സ്വിച്ചിട്ടപ്പോ ഭയങ്കര ശബ്ദം, മിന്നിത്തിളങ്ങുന്ന ലൈറ്റ്സും. ഈ വീട്ടിൽ രാജുവിന്റെ പ്രസൻസ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. നീ കിടന്നോ. ഹായ് ജാക്കി, കമോൺ, വാ വാടാ. വാ മോനെ. ഹൗ ആർ യു ഡാർലിംഗ്? വാ കുട്ടാ, വാ വാ. ഒരു ഞാനൊന്ന് ചോദിച്ചു, നീ കിടന്നു. രാജു, എന്താ ഈയിടെ സ്ഥിരമായി നീ ലേറ്റ് ആയിട്ട് വരുന്നത്? കമ്പൻസറി ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ലേറ്റ് ആയത്. From tomorrow onwards, you will reach home before 9 o'clock, and we will have our dinner together here. ചൂടായല്ലേ തമ്പിച്ചായ? ഐ എം നോട്ട് എ സ്കൂൾ ഗോയിങ് കിഡ്. ഐ എം ഡൂയിങ് മൈ ഫൈനൽ ഇയർ ഇൻ കോളേജ്. Is it? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്റെ മുടി എന്താടാ ചെമ്പിച്ചിരിക്കുന്നത്? ഓ മുടിയോ? ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ചേഞ്ചാ? നാളെ രാവിലെ ഒരു സ്ഥലം വരെ പോണം. എങ്ങോട്ടാ? അത് പോകാൻ പറഞ്ഞാൽ മതി. എന്തിനാണെന്നെങ്കിലും പറഞ്ഞൂടെ? സൗകര്യം ഇല്ലെങ്കിലോ? ആസ് യു വിഷ്. മോളെ, മൂന്ന് മാർക്ക്, 10-ലല്ല 100-ൽ. അപ്പോ അങ്ങനെ 4ാമത്തെ പെണ്ണ് കാണലും കഴിഞ്ഞു. ആ ചരക്ക് തമ്പിച്ചാന് ചേരില്ല. ഓ സോറി, ആ പെണ്ണ് തമ്പിച്ചാന് ചേരില്ല. എനിക്ക് എത്ര മോശമായിട്ട് തോന്നിയില്ല. പോരാ. എന്റെ സിസ്റ്ററിനോ സുന്ദരിയായിരിക്കണം. ഷി ഷുഡ് ബി ബ്യൂട്ടിഫുൾ. നല്ല വെളുത്തൊതുങ്ങിയ ശരീരവും ഒത്ത പൊക്കവും ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? ആ തമ്പിച്ചാൻ വിഷമിക്കണ്ട, പറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചുതരാം. 100 കിലോമീറ്റർ വണ്ടി വെറുതെ ഓടിയല്ലോടാ. ചിന്നൻ എവിടെ പോയി? അവനെന്താ വരാഞ്ഞേ? അവന് വീട്ടിൽ പോണെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. അല്ല, നിനക്ക് ഡ്രൈവിംഗ് പഠിച്ചൂടെ? നിനക്ക് ഡ്രൈവിംഗ് അറിയാമായിരുന്നെങ്കിൽ ഇത്രയും ദൂരം മുഴുവൻ ഞാൻ തന്നെ വണ്ടി ഓടിക്കണം. ഓ, ഐ ഡോണ്ട് ലൈക്ക് 4-വീലേഴ്സ്. ഐ ഫൈൻഡ് ത്രിൽ ഇൻ ബൈക്ക് റൈഡിംഗ്. അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ ഫിലിപ്പോസ് മണവാളൻ? കുറുപ്പേട്ട, ഐ ഹാവ് ടു ഗോ. ഒരു 500 രൂപ. 2-3 ദിവസം മുമ്പല്ലേ കുഞ്ഞ് 500 രൂപ വാങ്ങിയത്? അത് ഫീസ് കിട്ടിയില്ലേ? ഇപ്പോഴെന്തിനാ? ബുക്ക് വാങ്ങാൻ. ആ ലിസ്റ്റിംഗ് ഇതാ, ഞാൻ കൃഷ്ണനെ വിട്ട് വാങ്ങിപ്പിച്ചു തരാം. ഞാൻ വാങ്ങിച്ചു. എന്താ എന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല രാജുമോനെ, തമ്പിച്ചായം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാര്യമില്ലാതെ ആർക്കും കാശ് കൊടുക്കരുതെന്ന്. ബുക്കില്ലാതെ പിന്നെ ഞാനെന്താ പത്രം വായിച്ചാ പഠിക്കണ്ടേ? ചെണ്ട പോലെ 2 വശത്തും തല്ലുള്ള എനിക്ക് വയ്യ. അകത്തൊരു വാക്കൊന്ന് ചോദിച്ചാ മതി. ലുക്ക് മിസ്റ്റർ, ഐ ഡോണ്ട് കെയർ എ ഡാം. എനിക്ക് സൗകര്യമില്ല. നിങ്ങൾക്ക് തരാൻ മനസ്സിലെങ്കിൽ അത് പറഞ്ഞാൽ മതി. രാജു, നിനക്ക് എന്തിനാ ഇപ്പൊ 500 രൂപ? റെക്കോർഡ്സ് വാങ്ങണം. പിന്നെ വേറെയും 3-4 ബുക്സ് ഉണ്ട്. ഐ എം നോട്ട് ജോക്കിംഗ്. വേണ്ടി നോക്കാം. വാങ്ങേണ്ട പുസ്തകത്തിന്റെ പേരും വിലയും ഇതിലുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇത് കാണിച്ചാണല്ലോ നീ എന്റെ 500 വാങ്ങിയത്. അത് പിന്നെ ആകാശ് പ്രസാദ് വാങ്ങി, പിന്നെ തരാമെന്ന് പറഞ്ഞു. എന്താ കയ്യില്? ഓ, ഇറ്റ്സ് നത്തിങ്. കൊതു കടിച്ചാണെന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കായിരുന്നോ? ഗുഡ് മോർണിംഗ് തമ്പിച്ചായ. ഗുഡ് മോർണിംഗ്. ഞായറാഴ്ച ആയിട്ടൊന്ന് പള്ളി കണ്ടില്ല. വൈകിട്ടത്തെ മാസത്തിന് പോകാന്ന് വിചാരിച്ചു. സിസിലി, രേണു വന്നിരിക്കുന്നു.
ഇത് രാജുവിന്റെ നാടകത്തിന്റെയും ഡാൻസിന്റെയും കാസറ്റ്സ്. ഇത് പാടിയ പാട്ടിന്റെ ഓഡിയോ കാസറ്റ്. ഇതെങ്ങനെ അവിടെ വന്നേ? കാണാൻ വേണ്ടി ഡാഡി വാങ്ങിച്ചോണ്ട് പോയതാ. എന്താ പൊതിയില്? ഹാവ് സം സ്വീറ്റ്സ്. സ്വീറ്റ്സോ? എന്താണ് വിശേഷം? എടുക്കൂ, എന്നിട്ട് പറയാം. വിശേഷം എന്താന്ന് പറ. ബർത്ത്ഡേ. ആഹാ, വിഷ് ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, എന്റെ ബർത്ത്ഡേ അല്ല. പിന്നെ ആരുടെയാ? ഓ, ഇന്ന് രാജുവിന്റെ ബർത്ത്ഡേ ആണ്. വരൂ. രാജുവും രേണുവും തമ്മിൽ സ്നേഹമായിരുന്നോ? കല്യാണം വരെ ഉറപ്പിച്ചിരുന്നു. രാജു മയക്കുമരുന്ന് കഴിക്കുമായിരുന്നെന്ന് ഗ്രേസി ചേച്ചി പറഞ്ഞു. രാജു എങ്ങനെയാ മരിച്ചത് തമ്പിച്ചയ? പറയാവുന്നതാണെങ്കിൽ പറഞ്ഞാ മതി. അതിലെന്ത് രഹസ്യം ഇരിക്കുന്നു? എല്ലാവർക്കും അറിയാവുന്ന കാര്യം. SSLCക്ക് ഫസ്റ്റ് റാങ്ക്, PDCക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ്, സ്പോർട്സ്, ആർട്സ്, മ്യൂസിക് എല്ലാത്തിലും രാജു സമർത്ഥനായിരുന്നു. രാജു ഡിഗ്രി കോഴ്സിന് പഠിക്കുന്ന സമയം വേണ്ടാത്ത ചില കൂട്ടുകെട്ടുകളിൽപ്പെട്ട് അവൻ മയക്കുമരുന്ന് ശീലിച്ചു തുടങ്ങി. ഏറെ താമസിയാതെ അതിനടിമയുമായി. തമാശന് പോലും കളവ് പറയാത്ത അവൻ കാശിന് വേണ്ടി ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി. ഇതൊന്നും ആദ്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അഡിക്റ്റ് ആയതോടുകൂടി കാശിന്റെ ആവശ്യവും കൂടി. അതിനുവേണ്ടി അവൻ പല വരുമാന മാർഗങ്ങളും തേടി. രാജു അമച്ചൂർ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുമായിരുന്നു. ഒരു ദിവസം മാനേജ് വരുന്നു. രാജു പോകുന്നില്ലേ? പ്രോഗ്രാം കലക്കി കേട്ടോ. എത്രയുണ്ട്? 200. അയ്യേ, 200. ബാക്കിയോ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ. അഡ്ജസ്റ്റ്മെന്റ് ഒരു രക്ഷയില്ല. പറ്റില്ല. 300-ൽ 5 പൈസ പറഞ്ഞ് ഞാൻ വാങ്ങില്ല. രാജു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലോ? എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ? ഈ പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യും. കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞു. അടുത്ത പ്രാവശ്യം ചേർത്തന്നെ. അടുത്ത പ്രോഗ്രാമിന്റെ അടുത്ത് ഇപ്പോൾ ഉള്ളതാ. ബാക്കി ഡ്രസ് ചേഞ്ച് ചെയ്യുന്നില്ലേ? സമയമില്ല, നാളെ സമിതിയിൽ എത്തിച്ചേക്കാം. പിന്നെ ഞങ്ങൾ വന്ന ജീപ്പിന്റെ പെട്രോൾ കാശോ? അതും കൂടെ ചേർത്താ തന്നത്. ആ